സഫീനതു ആ കപ്പൽ ഫകാനത് ലിമസാകീൻ മിസ്കീന്മാരുടെ കപ്പലായിരുന്നു. യഅമലൂന ഫിൽ ബഹ്രി കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന മിസ്കീന്മാർ. ഫഅറദ്തു അൻ നഈബഹാ അത് കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തേന്നറിയോ? വകാന വറാഅഹും മലിക് ഒരു രാജാവ് അവരെത്തിച്ചേരുന്ന തുറമുഖത്തെ കാത്തിരിപ്പുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ എല്ലാം നല്ല കപ്പലും പിടിച്ചെടുക്കും അയാൾ. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊന്ന് കേടുവരുത്തിയതാണ്. കപ്പൽ കാണുമ്പോ രാജാവ് ഇത് വേണ്ട പൊയ്ക്കോട്ടെ എന്ന് പറയാൻ, അത് ഈ പാവപ്പെട്ട മിസ്കീന്മാർക്ക് തിരിച്ചു കിട്ടാൻ. കപ്പലിന്റെ മുതലാളി മിസ്കീനായിരിക്കുന്നു. മിസ്കീനല്ലാത്ത മുതലാളി ഉണ്ടാവും. ആൾക്ക് 4 ബസ് ഉണ്ടല്ലോ എന്ന് കണ്ടു കാലം ബസ് മുഴുവൻ ഓതുന്ന കടത്തിലായിരിക്കും. കടത്തിൽ മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഗൾഫുകാരായിരിക്കും ചിലപ്പോ. ചിലർ പറയും എന്റെ പോർക്ക് എന്താ കുഴപ്പം, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാ ഖുർആൻ പറഞ്ഞു. വാക്കൊക്കെ മിസ്കീൻ. ഫക്കീർ എന്ന് പറയാൻ പറ്റും. ഫക്കീറിന് എല്ലാരും കൊടുക്കും, ഫക്കീറിന് എല്ലാവർക്കും അറിയും ചെയ്യും. മിസ്കീൻ ആരോടും പറയൂല. ഒരുപാട് കടണ്ട്, എങ്ങനെ ഞാൻ യാചിക്കുക. പെണ്ണുങ്ങളോടും കുട്ടികളോടും പറയും, പിന്നെ ഈ പെരുന്നാക്ക് വസ്ത്രമൊന്നും ഇല്ലട്ടോ, നിങ്ങൾ പഴയത് കിട്ടും നടന്നോളേ, പൈസ ഇല്ല. കടം വാങ്ങി നടക്കുന്ന ആളുകളുണ്ടാവും. ജോലി നഷ്ടപ്പെട്ടിട്ട് മക്കളെ കെട്ടിച്ചയച്ചിട്ട് എത്രയോ ആളുകൾ മക്കൾ ഗൾഫിലാന്ന് പറയും. 2 മക്കളും ഗൾഫിൽ ജോലി ഇല്ലാതിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ചെറിയ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ആൾക്കാർ അവർക്ക് എന്താ കുഴപ്പമില്ലല്ലോ, അവർക്ക് കൊടുക്കൊന്നും വേണ്ട. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ മിസ്കീന് ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നവൻ അവിശ്വാസിയല്ലയോ നബിയേ? ശരിക്കും ശ്രദ്ധിക്കണം. റിലീഫ് പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ അഭിമാനമുള്ള ആളുകൾ കാണും. മിസ്കീന്മാർ മുതലാളിമാരാണെന്നാണ് കണ്ടാൽ തോന്നുക. അവരുടെ വസ്ത്രം കണ്ടാൽ, അവരുടെ നടപ്പ് കണ്ടാൽ അഭിമാനമുള്ള ആളുകൾ. ഉള്ളിന്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന എരുതി ആരാരും അറിയരുത്, അഭിമാനം നഷ്ടപ്പെടരുത്, ആരാരോടും പരാതി പറയരുത്, ഞങ്ങൾ സുഖത്തിലാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അവരെ ക്യൂല് നിർത്തരുത്. അവർക്കത് അഭിമാനത്തിന് ക്ഷതം വരും. ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു മിസ്കീൻ എന്ന് പ്രയോഗിക്കുന്നത് കാഴ്ചയിൽ മുതലാളിയാണ്. ആള് ഫക്കീറിനെക്കാളും പ്രയാസത്തിലായി കാണും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം കേട്ടോ, അവരുടെ കാര്യം നോക്കണം കേട്ടോ. അവർക്കും മക്കളെ കെട്ടിക്കാനുണ്ട്, അവരുടെ വീട്ടിലും ആളുകളുണ്ട്, ഭക്ഷിക്കാൻ സാധനങ്ങളുണ്ടോ, ജോലി നഷ്ടപ്പെട്ടിട്ട് കാലമെമ്പാടും ആയി കാണും, ആശുപത്രിയിൽ കൊടുക്കാൻ കാശുണ്ടോ? محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.